ഹായ്, ഇന്ന് പറയാൻ പോകുന്നത് കോസേറ്റീവ് വേർബ്സുകളെ കുറിച്ചാണ്. കോസേറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കില്ല ഒരു കാര്യം ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടി മറ്റൊരാൾ ആ ഒരു കാര്യം ചെയ്യുന്നു. അയാളുടെ ഇഷ്ടത്തോടു കൂടിയോ അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ, എങ്ങനെയായിരുന്നാലും ആ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കില്ല. ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു സാധനമായിരിക്കും ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ 5 പ്രധാനപ്പെട്ട കോസേറ്റീവ് വേർബ്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് മേക്ക്, രണ്ടാമത്തെ ലെറ്റ്, മൂന്നാമത്തെ ഹാവ്, നാലാമത്തെ ഗെറ്റ്, അഞ്ചാമത്തെ ഹെൽപ്പ്. മേക്ക് ഉപയോഗിക്കുന്നത് മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്ക് അവിടെ ഒരു ഓപ്ഷനും ഇല്ലാതെ ആ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് മേക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൈ മാനേജർ ഓൾവേസ് മേക്സ് അസ് വർക്ക് ലേറ്റ് ഓൺ ഫ്രൈഡേസ്. ഞങ്ങളുടെ മാനേജർ എല്ലാ ഫ്രൈഡേസിലും ഞങ്ങളെ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇനി പാസ്റ്റ് ടെൻസിലുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ടീച്ചർ മെയ്ഡ് ദ സ്റ്റുഡൻസ് റീറൈറ്റ് ദെയർ എസ്സേസ്. ടീച്ചർ സ്റ്റുഡൻസിനെ കൊണ്ട് അവരുടെ എസ്സേസ് റീറൈറ്റ് ചെയ്യിപ്പിച്ചു. അടുത്ത പോസിറ്റീവ് വെർബ് ആണ് ലെറ്റ്. ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ഷീ ലെറ്റ് ഹെർ ഡോഗ് സ്ലീപ്പ് ഓൺ ദ ബെഡ്. അവൾ അവളുടെ നായയെ അവളുടെ ബെഡിൽ ഉറങ്ങാൻ വേണ്ടി അനുവദിച്ചു. ദ ടീച്ചർ ലെറ്റ് ദ സ്റ്റുഡൻസ് ലീവ് ഏർലി. ടീച്ചർ കുട്ടികളെ നേരത്തെ പോവാൻ അനുവദിച്ചു. അടുത്തതാണ് ഹാവ്. ഇവിടെ നമ്മൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് അസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ദ മെക്കാനിക് ഫിക്സ് ദ കാർ. ഞാൻ കാർ ഫിക്സ് ചെയ്യിച്ചു. അല്ലെങ്കിൽ ഐ ഹാഡ് മൈ ഹെയർ കട്ട്. ഞാൻ മുടി വെട്ടിപ്പിച്ചു. അടുത്ത പോസിറ്റീവ് വെർബ് ആണ് ഗെറ്റ്. ഗെറ്റ് ഉപയോഗിക്കുന്നത് നമ്മളൊരാളെ കൺവിൻസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രിക്കിലൂടെയൊക്കെ നമ്മളുടെ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്നതിനെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഗോട്ട് ഹെർ ബ്രദർ ടു ഡു ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ബ്രദറിനെ കൊണ്ട് അവളുടെ ഹോംവർക്ക് ചെയ്യിച്ചു. ഹി ഗെറ്റ് ഹിസ് ബ്രദർ ടു ഡു ഹിസ് ലോണ്ട്രി എവറി സൺഡേസ്. അവൻ അവന്റെ ബ്രദറിനെ കൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ ലോണ്ട്രി അല്ലെങ്കിൽ അവന്റെ ഡ്രസ്സുകൾ അലക്കിപ്പിക്കുന്നു. അടുത്തതാണ് ഹെൽപ്പ്. എന്തെങ്കിലും ചെയ്യുന്നതിൽ നമ്മളെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുന്നു. ഷീ ഹെൽപ്ഡ് മീ ഫിനിഷ് ദ റിപ്പോർട്ട്. റിപ്പോർട്ട് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി അവൾ എന്നെ സഹായിച്ചു. അല്ലെങ്കിൽ ഹി ഹെൽപ്ഡ് മീ ക്യാരി ദ ബാഗ്. ബാഗ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി അയാൾ എന്നെ സഹായിച്ചു.